ആൻഡ് റൺസ് കേസിൽ പ്രതിയായ ശിവസേന നേതാവിന്റെ മകൻ അപകടം ഉണ്ടാക്കും മുൻപ് പുലരുവോളം മദ്യപിച്ച ബാറിന്റെ ഭാഗങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ശിവസേന വിഭാഗത്തിലെ നേതാവായ രാജേഷ് ഷായുടെ മകൻ മെഹിർ ഷാ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബാർ തകർത്തത്. നേരത്തെ ബാർ അടങ്ങുന്ന സ്ഥലം എക്സൈസ് മുദ്രവെച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ 25 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകുന്നത് നിയമവിരുദ്ധമാണ്. വൈസ് ഗ്ലോബൽ തപസ് ബാർ മെഹിർ ഷായ്ക്ക് ശനിയാഴ്ച രാത്രി വൈകിയും ഞായറാഴ്ച പുലർച്ചെയും മദ്യം നൽകി. നിലത്ത് കാലുറയ്ക്കാതായപ്പോൾ ബാറിൽ നിന്ന് ഇറങ്ങിയ മെഹിർ ഷാ ഓടിച്ച BMW കാർ ഇരുചക്രവാഹനവുമായി കൂട്ടിയിടിച്ച് 45കാരി മരിച്ചിരുന്നു. അവരുടെ ഭർത്താവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. 25 വയസ്സ് തികയാത്ത യുവാവിന് മദ്യം നൽകിയതിനു പുറമെ ശരിയായ ലൈസൻസ് ഇല്ലാതെ മദ്യം വിളമ്പിയതിനും വസ്തുവിൽ അനധികൃത നിർമ്മാണത്തിനുമാണ് ബാർ പൂട്ടി മുദ്രവെച്ചത്. അനധികൃതമായി നിർമ്മിച്ച ഭാഗങ്ങളാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. ബോംബെ വിദേശ മദ്യനയ ചട്ടങ്ങൾ പ്രകാരമാണ് നടപടി. അപകടം നടന്ന് 72 മണിക്കൂർ നേരത്തേക്ക് മെഹിർ ഷാ ഒളിവിലായിരുന്നു. രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് ഇത്രയും നേരം നിലനിൽക്കില്ലെന്ന് മരിച്ച സ്ത്രീയുടെ കുടുംബം ആരോപിച്ചു. പ്രതി ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഒളിവിൽ പോയതെന്ന് മരിച്ച സ്ത്രീയുടെ ഭർത്താവ് പ്രദീപ് നക്വ ചോദിച്ചു. മുംബൈയിൽ നിന്ന് 65 കിലോമീറ്റർ അകലെ വീരാറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അമ്മയ്ക്കും 2 സഹോദരിമാർക്കും ഒപ്പം മെഹിറിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അമ്മയും സഹോദരിമാരും ഒളിവിൽ കഴിയാൻ മെഹിറിനെ സഹായിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മെഹിറിന്റെ പിതാവിനെയും കുടുംബ ഡ്രൈവർ രാജർഷി ബിദാവത്തിനെയും ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിനു ശേഷം താനാണ് വാഹനം ഓടിച്ചതെന്ന് മെഹിർ ഷാ സമ്മതിച്ചെങ്കിലും മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പോലീസിനോട് വാദിച്ചത്. ഞങ്ങൾ പാവങ്ങളാണ്, ആരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്? ഇന്ന് അവനെ ജയിലിൽ അടയ്ക്കും, നാളെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകി വിട്ടയക്കും. മരിച്ച സ്ത്രീയുടെ ഭർത്താവ് പ്രദീപ് നക്വ രോഷത്തോടെ പ്രതികരിച്ചു. മെഹിറിന്റെ പിതാവ് രാജേഷ് ഷായ്ക്ക് തിങ്കളാഴ്ച ജാമ്യം കിട്ടി. ശിവസേനയിലെ പദവിയിൽ നിന്ന് ഷായെ നീക്കിയിട്ടുണ്ട്. അതേസമയം കുടുംബ ഡ്രൈവർ രാജർഷി ബിദാവത്ത് ജയിലിൽ തുടരുകയാണ്. തെളിവ് നശിപ്പിക്കാൻ രാജേഷ് ഷായെ സഹായിച്ചതിന് പുറമെ സ്ത്രീയെ ഇടിച്ചു വീഴ്ത്തിയതിന് പിന്നാലെ ഇയാൾ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. BMWവിന്റെ നമ്പർ പ്ലേറ്റ് പൊട്ടിച്ചു കളയുകയും ചെയ്തു. ശനിയാഴ്ച രാത്രിയാണ് മെഹിർ ഷായും കൂട്ടുകാരും ബാറിൽ എത്തിയത്. പുലർച്ചെയോടെ ഡ്രൈവർക്കൊപ്പം മടങ്ങുമ്പോൾ മെഹിർ ഷാ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഇരിക്കുകയായിരുന്നു. അമിത വേഗത്തിലെത്തിയ കാർ വർളിയിൽ വെച്ച് ഇരുചക്രവാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാവേരി നക്വ എന്ന സ്ത്രീ മരിക്കുകയും ഇവരുടെ ഭർത്താവ് പ്രദീപ് നക്വയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിന് പിന്നാലെ മെഹിർ ഷാ ഓട്ടോറിക്ഷയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഡ്രൈവറെയും കാറും സ്ഥലത്ത് ഉപേക്ഷിച്ചാണ് മെഹിർ ഷാ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പെൺസുഹൃത്തിന്റെ വീട്ടിലേക്കാണ് ഇയാൾ ആദ്യം പോയത്. ഇവിടേക്ക് ഷായുടെ സഹോദരിയെ വിളിച്ചു വരുത്തി. തുടർന്ന് ഇവിടെ നിന്ന് ബോറിവാലിയിലെ വീട്ടിലേക്ക് ഇവർ പോയി. ഇയാളുടെ കുടുംബം ഷാപൂരിലെ റിസോർട്ടിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനിടെ പോലീസ് പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ സുഹൃത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നാൽ ഇതിനിടെ പോലീസിന് പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.